സമയമായിട്ടുണ്ട്. നല്ലൊരു ജോലി കിട്ടേണ്ട സമയമായിട്ടുണ്ട്. പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സമയമായിട്ടുണ്ട്. നമ്മളിലൂടെ നമുക്കൊപ്പമുള്ളവർക്ക് പലതും ലഭിക്കേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ അത് പ്രാപിക്കുവാനോ നമുക്കൊപ്പമുള്ളവർക്ക് വേണ്ടത് നൽകുവാനോ ഉള്ള ശക്തിയില്ല. ബലഹീനരാണ്. ആ ബലഹീനതയെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. അതെ, ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനേന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവർ അവനോട് പറഞ്ഞത്, ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ഈ വാക്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചല്ല എനിക്ക് പറയുവാനുള്ളത്. ഈ വാക്യത്തിലെ ചില വാക്കുകളാണ് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചൊരു സഹോദരിയോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ വാക്കുകളാണിത്. ഇതിൻ്റെ പശ്ചാത്തലം അവരുടെ വിഷയവുമായി കണക്റ്റ് ആവുന്നതല്ല. ആ സഹോദരി വിളിച്ചത്, സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിയുന്ന ഏതൊരു പുരുഷനും സ്ത്രീയും അവരുടെ പ്രിയപ്പെട്ടവരും ഒക്കെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ സഹോദരി ഒരമ്മയാകുവാൻ പോകുന്നു എന്നറിഞ്ഞു. എന്നാൽ 1-2 ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ, ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എന്തൊക്കെയോ അംഗവൈകല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്നത്തെ മോഡേൺ സയൻസ് നേരത്തെ അത് കണ്ടുപിടിച്ചു. അവർ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. വിവാഹം കഴിഞ്ഞാലേ ഉള്ളൂ, അബോർട്ട് ചെയ്തു. പിന്നെ ഒത്തിരി നാളുകളുള്ള വെയിറ്റിംഗ്. അത് കഴിഞ്ഞ് 2ാമത് വീണ്ടും ക്യാരിങ് ആയി. അവർ വളരെ പ്രതീക്ഷയോടെ മുൻപോട്ട് പോയി. എന്നാൽ 6 മാസം കഴിയുന്ന സമയത്ത് വീണ്ടും ആ കുഞ്ഞിന്, ഈ 6 മാസം പ്രായമുള്ള ഗർഭസ്ഥ കുഞ്ഞിന് ഓട്ടിസം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് അവർ കണ്ടെത്തുന്നു. അതുമാത്രമല്ല, ഈ കുഞ്ഞിനെ 6 മാസത്തിന് ശേഷമുള്ള ആ ശാരീരിക വളർച്ച നൽകുവാൻ കഴിവുള്ള പ്രാപ്തി ഈ സഹോദരിയുടെ യൂട്രസിനില്ല എന്നും അവർ കണ്ടെത്തുന്നു. അപ്പോൾ ഓട്ടിസത്തിന് സാധ്യതയുള്ള ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക, അല്ലാതെ തന്നെ ഒത്തിരി വൈകല്യങ്ങൾ അവർ സൂചിപ്പിച്ചു. അവർ വളരെ വ്യസനത്തോടെ, വേദനയോടെ ആ കുഞ്ഞിനെയും വേണ്ട എന്ന് വെച്ചു. പിന്നെ കാത്തിരിപ്പല്ല, പിന്നെ കരച്ചിലായി, നിരാശയായി, വേദനയായി. ആ സഹോദരിയുടെ ഭർത്താവ് വളരെ നല്ലൊരു മനുഷ്യനാണ്. തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ വിട്ടുകൊടുക്കാത്ത ഒരു മനുഷ്യൻ. ചില സഹോദരിമാർ ലോകത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത്, സഹോദരിമാരല്ല സഹോദരന്മാരും പങ്കാളികൾ അങ്ങനെ ആയിരിക്കണം. ഏത് പ്രതിസന്ധിയിലും ഏത് വെല്ലുവിളികളിലും നമ്മെ വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിക്കുന്ന, അയ്യോ എനിക്കുണ്ടൊരു ഭർത്താവ്, ഭാര്യ, നോ, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്നെ ചേർത്ത് പിടിക്കുന്ന, വിട്ടുകൊടുക്കാത്ത ഭർത്താവായി, ഭാര്യയായി, ചില വാക്കുകൾക്ക് മുമ്പിൽ നിന്നെ തള്ളിപ്പറയുന്ന നിൻ്റെ പങ്കാളി, നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യ മാറുവാൻ പോകുക, നിൻ്റെ മക്കൾ മാറുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് യു ലോർഡ്. അത് വല്ലാത്തൊരു സങ്കടം അല്ലേ അമ്മേ? എന്തെങ്കിലും ചെറിയ വാക്കുകൾ മതി, മക്കൾ വിട്ടിട്ട് അങ്ങ് പോയി കളയും. അവരോ ഇതൊക്കെ അപ്പനും അമ്മയും കൂടെ വരുത്തി വെച്ചതാണ്, നിങ്ങൾ തന്നെ തീർത്തു, ഞങ്ങൾക്ക് ഇതൊന്നും പിന്നാലെ നടക്കാനൊന്നും പോയി, ഞങ്ങൾക്ക് ഇതൊന്നും അല്ല ജോലി, ഞങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങളെ കടം തീക്കാനോ. ഇപ്പോൾ കടം തരാൻ വന്നേ, അതവർ ചിന്തിക്കത്തില്ല. അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി അവരെ പഠിപ്പിച്ചു, കടം വന്നു അല്ലേ? നിങ്ങൾ പഠിച്ച് കടം വന്നതല്ലോ. അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് കടം വന്നു. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിലും ജീവിക്കും, അതൊരു ഭാഗ്യം. കടം വന്നു. നമുക്ക് കടവരാതെ കിടന്നാലും ഉറക്കം വരും. പക്ഷെ മക്കൾ അങ്ങനെ ഉറങ്ങാൻ പാടില്ലല്ലോ. ആ വാശി കൊണ്ട് കരയുക. എൻ്റെ മക്കൾ അങ്ങനെ കരയരുത്. അവർക്കങ്ങനെ ഒരു നിരാശ ഉണ്ടാവരുത്. അവരുടെ കൂട്ടുകാർക്ക് കയറി വന്നവരുടെ കൂട്ടത്ത് സന്തോഷിക്കുവാൻ, അവർക്ക് ആ കൂട്ടുകാരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുവാൻ അവർക്കൊരു ഭവനം വേണം.
അടച്ചുറപ്പുള്ള ഭവനം വേണം, അവരുടെ സ്വകാര്യത സംരക്ഷിക്കുവാൻ തക്ക ഭവനം വേണം. അങ്ങനെ കടം വന്നു, അവർക്ക് വേണ്ടിയാണ് കടം വരുത്തി. ഇപ്പോൾ ആ കടത്തിൽ നിന്നെ ഇട്ടിട്ട് അവർ മാറി നിൽക്കുക. നോ, അങ്ങനെ മാറി നിൽക്കുന്ന ചിലരെ നിൻ്റെ അവസ്ഥ അറിഞ്ഞ് നിനക്ക് തോൾ തരുവാൻ, നിനക്ക് ചുമൽ തരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഓ യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അപ്പോൾ ആ സഹോദരൻ ആ സഹോദരിയുടെ കൂടെ നിന്നു. ആ സഹോദരി പറഞ്ഞതാണ്, പാസ്റ്ററെ എല്ലാവർക്കും എല്ലാം ഒന്നും ഉണ്ടാകത്തില്ലല്ലോ. ഇപ്പോൾ എൻ്റെ ഭർത്താവ് കുഴപ്പമില്ല, ഞങ്ങളുടെ വീട്ടുകാരൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരായാലും എൻ്റെ വീട്ടുകാരായാലും അങ്ങനെ ഇതൊരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമ്മൾ നാട്ടിൽ കേൾക്കുന്നത് പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഒരു കുത്തുവാക്ക് അങ്ങനെ ഒന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഒരു സഹതാപമുണ്ട് എന്നെ കാണുമ്പോൾ, അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട്. ഈ സഹതാപം വലിയൊരു പ്രശ്നമാണ്. കുത്തുവാക്കുകളെക്കാൾ കുഴപ്പമാണ് ഈ സഹതാപം. അയ്യോ എന്തായി അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. നമ്മൾ സഹതപിക്കാനൊന്നും നിൽക്കേണ്ട, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ. സഹതാപം പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ആ സഹോദരി അങ്ങനെ ഉറപ്പിച്ചു. അപ്പോൾ മക്കളില്ലെന്ന് പറഞ്ഞെന്താ, മക്കളില്ലാത്തവർ ജീവിക്കുന്നുണ്ടല്ലോ, അങ്ങനെ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. പക്ഷേ അവർ പോലും പ്രതീക്ഷിക്കാതെ പിന്നെയും അവർ ക്യാരിങ് ആയി. അവിടെയാണ് അവരെ ഏറ്റവും വലിയ പ്രശ്നം അലട്ടിയത്. തുടക്കത്തിൽ തന്നെ അവരറിഞ്ഞ സമയം മുതൽ അവർക്ക് ടെൻഷനായി. ഇനിയും ഇതുപോലെ ഉദരത്തിൽ കുറേ നാൾ ചുവന്നിട്ട് വലിച്ചു പറിച്ച് കളയേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞിനെ, അംഗവൈകല്യമുള്ളൊരു കുഞ്ഞിനെ, അവരുടെ യൂട്രസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടുള്ള ഇതാണ്. ആ യൂട്രസ് ജന്മനാലുള്ള ബുദ്ധിമുട്ട് ഉള്ള യൂട്രസാണ്. അപ്പോൾ അതുവരെയുള്ള അവരുടെ തീരുമാനങ്ങളൊക്കെ മാറി. ഉദരത്തിൽ അടുത്തൊരു കുഞ്ഞിൻ്റെ തുടുപ്പ് വന്നപ്പോൾ അവരാദ്യം എടുത്ത തീരുമാനം, ഞാൻ വേണ്ട എന്ന് വെച്ചിട്ടും ദൈവം എനിക്ക് തന്നു, ഈ കുഞ്ഞിനെ എന്തു സംഭവിച്ചാലും ഞാൻ നശിപ്പിക്കത്തില്ല. രണ്ടാമതെടുത്ത തീരുമാനം, എന്തെങ്കിലും ഒരു അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞിനെ എൻ്റെ ഭർത്താവിന് ഞാൻ കൊടുത്ത് ആ മനുഷ്യൻ്റെ സന്തോഷം കൂടെ നഷ്ടപ്പെടുത്തത്തില്ല, ആ കുടുംബത്തിൻ്റെ സന്തോഷം കൂടെ നഷ്ടപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരി ഒരു ദിവസം തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരോട് നല്ല സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒരു വക്കീൽ നോട്ടീസ് അവരുടെ മുമ്പിൽ വെച്ചിട്ട് പുള്ളിക്കാരി അങ്ങ് ഇറങ്ങിപ്പോയി. അവർ അകപ്പാടെ പേടിച്ചു പോയി. സന്തോഷത്തോടെ കഴിയുന്ന കുടുംബമാണല്ലോ. ആ സഹോദരൻ വല്ലാതെ അങ്ങ് തളർന്നു പോയി. തുടർന്നാണ് പ്രഷർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്, സംസാരിക്കുന്നത്. ഞങ്ങൾ ഈ സഹോദരിയേക്കാൾ കേട്ടത് ആ സഹോദരൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും സങ്കടങ്ങളാണ്. അവർക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മോൾ എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം നിൽക്കാൻ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല, ഞങ്ങളങ്ങനെ അത് സങ്കടമായി കാണും, അവളുടെ സന്തോഷത്തിന് ഞങ്ങളെതിരെ നിൽക്കുമെന്ന് അവർ കരുതിയല്ലോ. പക്ഷെ പ്രശ്നം എപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ആ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കും? വളരാൻ തുടങ്ങി. ഡീപ്പായിട്ടുള്ള മറ്റ് ടെസ്റ്റുകളൊന്നുമില്ല. സാധാരണഗതിയിലുള്ള ടെസ്റ്റുകളിലൊക്കെ നല്ലൊരു അടുത്തുള്ളൊരു സാധാരണ ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അതുകൊണ്ട് വലിയ ചെക്കപ്പുകളൊന്നുമില്ല. പോകുന്നു, പ്രാർത്ഥന, ഉപവാസം, കൃത്യം ആ ഹോസ്പിറ്റൽ ഒരു ചെറിയ ഹോസ്പിറ്റലാണ്. പറഞ്ഞ ദിവസം ആ മാതാവ് ആ കുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണ ആരോഗ്യമുള്ള, ഇന്ന് 3 വയസ്സ് പൂർത്തിയായ ഒരു പെൺകുഞ്ഞിനെ ആ മാതാവ് ജന്മം നൽകി. സുന്ദരിയായ, ബുദ്ധിയുള്ള. നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ടോ? അവൾക്ക് ആവശ്യമാണ്, പക്ഷെ അവളുടെ ഉദരത്തിന് അതിനുള്ള ശക്തിയില്ല. ദൈവം ശക്തി പകർന്നു. കേൾക്ക്, അവൾക്ക് നിന്ന പ്രശ്നമായിരുന്നില്ല, പക്ഷെ നീ നിന്ദിക്കപ്പെടുന്നുണ്ട്. നിന്നിൽ നിന്ന് പുറത്തു വരേണ്ടത് പുറത്തു വരാത്തത് കൊണ്ട്, ഒരു തലമുറയില്ലാത്തത് കൊണ്ട് നീ നിന്ദിക്കപ്പെടുന്നുണ്ട്. കർത്താവ് തലമുറ തന്ന് മാനിക്കുവാൻ പോകുക. നല്ലൊരു ജോലി ഇല്ലാത്തത് കൊണ്ട് നീ നിന്ദിക്കപ്പെടുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ജോലി തന്ന് കർത്താവ് മാനിക്കപ്പെടും. നീ ബലഹീനനാണ്. നല്ലൊരു ജോലി കണ്ടെത്തുവാനുള്ള സാഹചര്യം, സാമർഥ്യം ഒന്നും നിനക്കില്ല, പക്ഷെ കർത്താവ് തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. ബലഹീനമായ യൂട്രസിനകത്തും ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയ ദൈവം ഇന്ന് ജീവിക്കുന്നു. യെസ്, നിനക്ക് മനോഹരമായ ഭവനം തന്ന് ആ നിന്നെ കർത്താവ് നീക്കി കളയുവാൻ പോകുക. നിന്നിൽ നിന്ന് നീ ഭവനം പണിയും. ബ്രദർ, ആരെങ്കിലും പണിയുന്ന ഭവനത്തില്ല, നീ ഭവനം പണിയും. യെസ്,
പ്രാർത്ഥിച്ചു തുടങ്ങിയോ? നീ ഭവനം പണിയും, ആ ഭവനത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ പാർക്കും. നീ ആ ബിസിനസ് ബിൽഡ് ചെയ്യും, നീ ആ സഭ പണിയും, നീ നിൻ്റെ മക്കളെ പഠിപ്പിച്ചൊരു നിലയിലെത്തിക്കും. നിൻ്റെ മക്കളാ നിലവാരത്തിലെത്തും. അയ്യോ പാസ്റ്റർ, എന്നെ കൊണ്ട് പറ്റത്തില്ല, എൻ്റെ കുടുംബം നോക്കാൻ പറ്റത്തില്ല. പറ്റും. എൻ്റെ മക്കൾ ആ വിധത്തിൽ പറ്റും. ആമേൻ. നിൻ്റെ അവിധത്തിലാക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ? നിങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് ലോകത്തിന് മുമ്പിൽ നൽകുവാൻ, പ്രിയപ്പെട്ടവർക്ക് നൽകി സന്തോഷിക്കുവാൻ. കോൺടാക്ട് ചെയ്തോ. ഉപവാസം ക്രമീകരിക്കാൻ ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ദൈവവചനവും പ്രാർത്ഥനയുമായി ഒരുമിച്ച് യാത്ര ചെയ്യുവാനുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ചു. കടന്നു വലിയ ബ്ലെസ്സിങ് ആയിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രാപിക്കാം. കണ്ണടച്ച വിശ്വസ്ത കർത്താവെ, നല്ല ദൈവജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പുറത്തു വരേണ്ട സമയമായി, നല്ല ജോലി കിട്ടേണ്ടത്, വിവാഹം നടക്കേണ്ട സമയമായി, തടസ്സമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളും മാറട്ടെ, എല്ലാ പോരുകളും മാറട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ. ഇവർ അത് പ്രാപിച്ചെടുക്കട്ടെ. ഇവരുടെ പ്രാപിക്കലുകളുടെ മേലുള്ള വെല്ലുവിളികളും അവകാശവാദങ്ങളും മാറിപ്പോകട്ടെ. തൊഴിൽ മേഖലയ്ക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. യെസ്, കാത്തിരിപ്പുകൾ കരുതി വരട്ടെ. വിദേശ രാജ്യങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. എംബസിയിൽ നിന്ന് ചില പേപ്പറുകൾ വരട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. അങ്ങ് കൂടിയിരിക്കണമേ അപ്പാ, അങ്ങ് മാനിക്കണമേ കർത്താവേ. യേശുവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും. എല്ലാ രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. രോഗാത്മകൾ വിട്ടുമാറട്ടെ. ആമേൻ. യെസ്, ഭവനങ്ങൾ പണിയപ്പെടട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. കോടതി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നടപടികൾ നീങ്ങിപ്പോകട്ടെ. എല്ലാ ബന്ധനങ്ങളുമായിട്ട് എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. ഇവർ പ്രാപിക്കട്ടെ അപ്പാ. ഇവരിൽ നിന്ന് പുറത്തു വരേണ്ടത് പുറത്തു വരട്ടെ. അങ്ങവരുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നിങ്ങളും ചേർന്ന് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിച്ച് പ്രാപിക്കാം. നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട നിഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.